ഹൗസ് ഓഫ് ദ ഡ്രാഗൺ സീസൺ 3 സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓരോ ആഴ്ചയിലും ഓരോ എപ്പിസോഡ് വെച്ചാണ് വരുന്നത്. ആൻഡ് ഓൾറെഡി 2 എപ്പിസോഡ് റിലീസായി. ആൻഡ് നമ്മളെല്ലാവരും ഈ ഷോ കാണുന്നവരൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് പോലെ റെനീറ തിരിച്ച് കിങ്സ് ലാൻഡിങ്ങിൽ വന്ന് ആ ത്രോണിലിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇനി എങ്ങോട്ട് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് കാണാൻ നമ്മളെല്ലാവരും എക്സൈറ്റഡ് ആണ്. സോ ഈ ഫസ്റ്റ് 2 എപ്പിസോഡിലുള്ള എൻ്റെ ഒപ്പീനിയൻസ് ആയിരിക്കും ഈ വീഡിയോയിൽ ഉണ്ടാവുക. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ തേർഡ് സീസണിൻ്റെ ഫസ്റ്റ് 2 എപ്പിസോഡ്സ് ഉണ്ടല്ലോ, ഇത് 2 ശരിക്കും തേർഡ് സീസണിൻ്റെ ഫസ്റ്റിൽ വരേണ്ടതല്ല. ഇവരുടെ ഒരു ക്രിയേറ്റീവ് പർപ്പസിൽ എനിക്ക് മനസ്സിലാവും, അണ്ടർസ്റ്റാൻഡബിൾ ആണ്. ഒരു സീസൺ നമ്മൾ വിൽ സ്റ്റാർട്ട് വിത്ത് എ ബാങ് എന്നുള്ളൊരു രീതിയിൽ തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ ബാറ്റിൽ ഓഫ് ദ ഗള്ളറ്റ് പോലെ വലിയൊരു യുദ്ധം വെക്കുന്നു, ഒരു റിവർ ലാൻഡ്സിലെ ഒരു യുദ്ധത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് കാണിച്ച് അതും ഒരു മെഗാ സ്റ്റേജായിട്ട് അവിടെ വെക്കുന്നു, ലാനിസ്റ്റേഴ്സിനെ കൊല്ലുന്നത് കാണിക്കുന്നു. ഓക്കെ, അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേനും ഒരു ഹൈ പോയിന്റിലാണ് തുടങ്ങുന്നത്, വിച്ച് ഇസ് ഗുഡ്. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ഇമോഷണൽ കണക്റ്റ് കിട്ടുന്നില്ല. ഈ എപ്പിസോഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ലാസ്റ്റ് സീസൺ എൻഡ് ചെയ്തിട്ട് ഇപ്പോൾ 2 വർഷമായി. 2 വർഷത്തെ ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വരുമ്പോഴത്തേക്കിനും തുടങ്ങിയ ഒരു 5 മിനിറ്റ് തന്നെ നമ്മൾ ഡയറക്റ്റ് കഥയിലേക്ക് ചാടുക. ഇതിനകത്ത് റെയ്ന എന്ന് പറയുന്ന ഈ ഷീപ്പ് സ്റ്റീലർ എന്ന് പറയുന്ന ഡ്രാഗണിനെ ടീം ചെയ്യുന്ന പെങ്കൊച്ച്, കഴിഞ്ഞ സീസണിൽ വരെ റെയ്നയ്ക്ക് എനിക്ക് തോന്നുന്നു കൂടിപ്പോയ ഒരു 1 മണിക്കൂർ ഉണ്ടായിരുന്നതാണ് സ്ക്രീൻ ടൈം. 1 മണിക്കൂർ പോലും ഉണ്ടാവില്ല. സോ അവിടെ നിന്ന് തേർഡ് സീസണിൻ്റെ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് വരുമ്പോഴത്തേന് റെയ്ന കഥേനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് വേറൊരു ലെവലിലേക്കാണ്. സോ അതിനൊക്കെ നമുക്കൊരു ഫ്ലൂയിഡിറ്റി ഉണ്ടായിരുന്നെങ്കിൽ, നമുക്ക് ഈ ഒരു എപ്പിസോഡും കൂടെ അതിൻ്റെ എൻഡായിട്ടായിരുന്നെങ്കിൽ ആ ഒരു ആർക്കിൻ്റെ ഫോളോ പോലെ അങ്ങ് പോയേനെ. ആൻഡ് ഇത് ജസ്റ്റ് റെയ്നയുടെ കാര്യത്തിൽ മാത്രമല്ല, അതെല്ലാവരുടെയും കാര്യത്തിൽ. ഇപ്പോൾ നമ്മൾ കോർലെസിൻ്റെ ബാറ്റിലിനെ കുറിച്ച് കേൾക്കുവാണെങ്കിൽ തന്നെ, കോർലെസും അയാളുടെ ബാസ്റ്റേഡ് സൺസ് ആയിട്ടുള്ള അലൻ്റെയും ആഡത്തിൻ്റെയും കാര്യം, ഇവർക്ക് 2 പേർക്കും ആ സ്റ്റോറി ലൈൻ നോക്കുവാണെങ്കിലും കഴിഞ്ഞ സീസണിൽ എവിടെ എത്തിക്കാതെ ഒരു രീതിക്ക് വെച്ചിരിക്കുമായിരുന്നു. ഈ 2 എപ്പിസോഡ് ആകുമ്പോഴത്തേക്കിനും അതിനൊരു ക്ലോഷർ കിട്ടും. കോർലെസ് ഇവർ 2 പേരെയും ബാസ്റ്റേഡ്സ് എന്നുള്ള ടൈറ്റിൽ മാറ്റിയിട്ട് വലേറിയൻസ് എന്നുള്ള ടൈറ്റിൽ കൊടുക്കാമെന്ന് ഇയാളൊരു തീരുമാനം എടുക്കുന്നു. സോ അതും ഒരു എൻഡിലേക്ക് വരുന്നു. പ്ലസ് ജെയ്സിൻ്റെ കഥ ലിറ്ററലി ഒരു എൻഡിലേക്ക് വരുന്നു. ആ പയ്യൻ, അവൻ ശരിക്കും ഈ ഫസ്റ്റ് എപ്പിസോഡിൽ ഇവൻ മരിക്കുമ്പോഴത്തേക്കിനും നമുക്ക് വിഷമം തോന്നില്ല. ആൻഡ് അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളവനെ കണ്ടിട്ട് 2 കൊല്ലമായി. 2 കൊല്ലം മുന്നേ കണ്ട ഒരാൾ. അവിടുന്ന് നമ്മൾ ആ സ്റ്റോറി ലൈൻ വെച്ചിട്ട് നമ്മൾ പിന്നെ വരുമ്പോഴത്തേക്കിനും ജെയ്സിനെ കാണുന്നുണ്ട്. ജെയ്സിന് നമുക്ക് അറിയാൻ ഓർമ്മയുണ്ട്, ഓക്കെ. പക്ഷേ കഴിഞ്ഞ സീസണിൽ നമ്മൾ അവൻ്റെ ഒരു ഗ്രോത്ത് കണ്ടു. കാരണം ഫസ്റ്റ് സീസണിൻ്റെ എൻഡ് ആകുമ്പോഴത്തേക്കിനും ലാസ്റ്റ് എപ്പിസോഡിൽ അവൻ്റെ അനിയനായിട്ടുള്ള ലൂക്ക് മരിക്കുകയാണ്. സോ ലൂക്കിനെ കൊന്ന ഈ ഗ്രീൻസിനോടൊരു പക തീർക്കാൻ വേണ്ടിയുണ്ട്, അവന് സ്വയം പ്രൂവ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ത്വരയുണ്ട്. സോ ഇതൊക്കെ ഉള്ളൊരു സ്ട്രോങ് ആർക്ക് അവന് ഈ സെക്കൻഡ് സീസണിൽ അവർ ബിൽഡ് ചെയ്ത് വരുന്നുണ്ടായിരുന്നു. സോ ആ ഒരു സ്ട്രോങ് ഹൈയിലേക്ക് പോയിട്ട്, കാരണം ഫസ്റ്റ് ടൈം അവൻ അവൻ്റെ അമ്മേനെ ഡിഫൈ ചെയ്തിട്ട് പോകുമ്പോഴത്തേക്കിനും ഇവൻ ഫ്രേസിനെ പോയി കൺവിൻസ് ചെയ്ത് ഇവരുടെ സൈഡിലേക്ക് ചേർക്കുന്നുണ്ട്. സോ ഇവൻ ആദ്യമായിട്ടല്ല റെനീറേൻ്റെ വാക്ക് കേൾക്കാതെ ഒരു പരിപാടിക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. സോ ആദ്യത്തെ പ്രാവശ്യം ഇവൻ പോകുമ്പോഴത്തേക്കും ഇവൻ സക്സസ്ഫുൾ ആയതുകൊണ്ട് ഈ 2ാമത്തെ പ്രാവശ്യം അമ്മേനെ ഒരിടത്ത് പൂട്ടിയിട്ടിട്ട് ഞാൻ തീരുമാനം എടുത്തോളാം, ഞാൻ പോയി യുദ്ധം ചെയ്തോളാം എന്ന് പറഞ്ഞ് ഇറങ്ങുമ്പോൾ അവൻ ആ ഒരു കോൺഫിഡൻസിലാണ് ഇവൻ പോകുന്നത്. പ്ലസ് ജെയ്സിൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ അവനൊരു ഡ്രാഗണുണ്ട്. ആ കോണ്ടിനെൻ്റിലെന്നല്ല, വേൾഡിൽ തന്നെ മോസ്റ്റ് പവർഫുൾ വെപ്പണായിട്ട് കാണുന്ന ഒരു ഡ്രാഗണിനെ റൈഡ് ചെയ്യുന്ന ഒരാളാണ്. സോ അവൻ്റെ പേഴ്സ്പെക്റ്റീവിൽ ഇവൻ ഒരു ഇമ്മോർട്ടൽ ആയിട്ടുള്ള ഒരാളായിട്ടാണ് ഇവനെ സ്വയം കാണുന്നത്. ആ ഒരു കോൺഫിഡൻസോടെയാണ് ഇവൻ ഈ യുദ്ധത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നത്. അങ്ങനെ പോയി ഇവൻ മരിക്കുമ്പോൾ നമുക്ക് ആ ഒരു ഇമോഷണൽ വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല, കാരണം നമുക്ക് ആ ഒരു കണ്ടിന്യൂഷൻ ഇല്ല. സോ എനിക്ക് തോന്നുന്നു ഇത് കഴിഞ്ഞ സീസണിൻ്റെ എൻഡിലായിരുന്നു ഈ ഒരു മരണമെങ്കിൽ നമുക്കതൊരു ഇമ്പാക്റ്റ് തോന്നിയേനെ. കാരണം ലൂക്ക് മരിച്ചപ്പം
നമുക്ക് നല്ല വിഷമം വന്നതാണ്. സോ അതുപോലൊരു ഇമ്പാക്റ്റ് ജെയ്സിൻ്റെ മരണത്തിൽ എനിക്കുണ്ടായില്ല. ബാക്കിയുള്ളവരുടെ കാര്യം എനിക്കറിഞ്ഞിട്ട് എനിക്കുണ്ടായില്ല. ആൻഡ് നമ്മൾ അതും കഴിഞ്ഞ് ഈ സെക്കൻഡ് സീസണിൻ്റെ എൻഡ് നോക്കുകയാണെങ്കിൽ റെയ്നീറ ഈ വീണ്ടും ജെയ്സിനെ കൂടെ നഷ്ടപ്പെട്ടതിൻ്റെ വിഷമത്തിൽ മൊത്തത്തിൽ ഇനിയും ഞാൻ വീക്കായിട്ടിരിക്കുന്നതാണ് ആൾക്കാർ കാണുന്നതെങ്കിൽ, ഇപ്പോഴും എൻ്റെ പവറിനെ അക്സെപ്റ്റ് ചെയ്യാൻ ആൾക്കാർക്ക് പറ്റിയില്ലെങ്കിൽ ഞാൻ വയലൻ്റ് ആയിട്ടുള്ള രീതിയിലേക്ക് പോകാം എന്നുള്ള രീതിയിലേക്ക് റെയ്നീറ ചിന്തിച്ചു തുടങ്ങുന്നു. ആൻഡ് ഈ ഒരു ചിന്താഗതി വരാൻ കാരണം ഡെയ്മണും കൂടെയാണ്. ഡെയ്മൺ പുറകെ നിന്ന് റെയ്നീറയോട് പറയുകയാണ്, നീ കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് ആൾക്കാരെ കാണിച്ചില്ലെങ്കിൽ, നമ്മൾ ഫൈറ്റ് ചെയ്യാൻ നിന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ വയലൻസിൽ കൂടെയാണ് നമ്മൾ പവർ കാണിക്കേണ്ടത് എന്ന് ഡെയ്മൺ റെയ്നീറയെ കൂടെ കൺവിൻസ് ചെയ്യുകയാണ്. അങ്ങനെ കൺവിൻസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടാണ് റെയ്നീറ കിങ്സ് ലാൻഡിങ്ങിലേക്ക് പോകുന്നതും അവിടെ ചെന്നിട്ടാണെങ്കിലും മൊത്തം ഡ്രാഗൺസിനെയൊക്കെ ആയിട്ട് പോയി അവിടെ പിടിച്ചെടുക്കുമ്പോഴും ആ കൊട്ടാരത്തിലുള്ളവരെയൊക്കെ കൊന്നാണ് മുന്നിലേക്ക് പോകുന്നത്. ആൻഡ് അവിടെ ചെന്ന് ത്രോൺ റെയ്നീറയ്ക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. റെയ്നീറയ്ക്ക് ത്രോൺ കിട്ടി എന്നൊരു ഫുള്ളി കൺവിൻസ്ഡ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനിലും ഓട്ടോ ഹൈറ്റവറിനെ കൊണ്ടുവരുമ്പോൾ വേണമെങ്കിൽ റെയ്നീറയ്ക്ക് വീണ്ടും അയാളെ ജയിലിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടി പറയാം. അല്ലെങ്കിൽ ഇനി കൊല്ലാനാണെങ്കിലും വേറൊരാളെ കൊണ്ട് കൊല്ലിക്കാം. പക്ഷേ ഡെയ്മൺ അപ്പോഴും പറയുക, അപ്പോഴും ഡെയ്മൺ വന്നിട്ട് റെയ്നീറൻ്റെ ചെവിയിൽ പറയാണ്, നിനക്ക് പവർ ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നീ പവർഫുൾ ആണെന്ന് കാണിക്കാൻ വേണ്ടി ഓട്ടോ ഹൈറ്റവറിനെ ബാക്കിയുള്ളവരുടെ മുന്നിൽ വെച്ച് അയാളുടെ തല വെട്ടിക്കളയാൻ വേണ്ടി റെയ്നീറയെ ഡെയ്മൺ ഫോഴ്സ് ചെയ്യുന്നത് പോലാണ്. സോ അപ്പോഴും തീരുമാനം അൾട്ടിമേറ്റ്ലി റെയ്നീറയുടെ കയ്യിലല്ല, വീണ്ടും ഡെയ്മനാണ് റെയ്നീറയ്ക്ക് വേണ്ടി തീരുമാനങ്ങൾ എടുക്കുന്നത്. ആൻഡ് റെയ്നീറ അത് ചെയ്യുകയും ചെയ്യും. അത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും ഇത് പറയുമ്പോഴത്തേക്കും പറയേണ്ടതാണ് എമ്മ ഗാർസിയ എന്ന് പറയുന്ന ആക്ട്രസിൻ്റെ പെർഫോമൻസ്. പുള്ളിക്കാരി എല്ലാ സീസണിലും കൺസിസ്റ്റൻ്റ് ആയിട്ട് അന്യായ പെർഫോമൻസ്. അതുപോലെ തന്നെയാണ് ഈ സീസണിൽ ഈ ഓട്ടോ ഹൈറ്റവറിൻ്റെ തല വെട്ടിക്കഴിഞ്ഞിട്ട് ആ ചോരയിൽ നടന്നു പോകുന്നൊരു സീനുണ്ട്. അവർ ഓരോ സ്റ്റെപ്പ് എടുത്ത് വെക്കുമ്പോഴും അവർക്ക് ഇന്നേ വരെ ഒരാളെ ഡയറക്റ്റ്ലി കൊന്നിട്ടില്ലാത്ത റെയ്നീറ അത് ചെയ്ത് കഴിഞ്ഞിട്ട് മുന്നിലേക്ക് പോകുമ്പോഴത്തേനും പുള്ളിക്കാരി എല്ലാം ചിന്തിക്കുക, ഇവരുടെ കണ്ണിൽ കൂടെ എല്ലാം പൊയ്ക്കൊണ്ടിരിക്കുക. ഈ ഒരു ത്രോണിലിരിക്കാൻ വേണ്ടി, അതായത് ഇവർക്ക് അവകാശപ്പെട്ടതെന്ന് പറയുന്ന ഈ ത്രോണിലേക്ക് വരാൻ വേണ്ടി ഇവരെന്തൊക്കെയാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇവരുടെ ഫാമിലി മൊത്തം പോകുന്നു. ഇവരുടെ സ്വന്തം മക്കളായിട്ടുള്ള ലൂക്കും ജെയ്സും ഓൾറെഡി മരിച്ചു. ബാക്കിയുള്ള 2 മക്കൾ ഏഗോൺ ദ തേർഡും പിന്നെ വിസേരിസും, അവർ 2 പേരും ഇപ്പോൾ ഈ യുദ്ധത്തിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ടാണ് റെയ്നീറയുടെ കൂടെയല്ല. അവർ 2 പേരെയും അവർ ഇൻഫൻസ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ ആദ്യം വെയിലിലേക്ക് പറഞ്ഞു വിടേണ്ടി വരുന്നു, അവിടുന്ന് പിന്നെ എസോസിലേക്ക് പറഞ്ഞു വിടേണ്ടി വരുന്നു. സോ ഇതൊക്കെ ഇവർ ലൈഫിലുള്ള എല്ലാം നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ത്രോണിന് വേണ്ടി. ആ ഒരു ഭാരം ചുമന്നുകൊണ്ടാണ് റെയ്നീറ ആ സ്റ്റെപ്പ് കയറി ആ ത്രോണിൽ ചെന്നിരിക്കുന്നത്. ആൻഡ് ആ ത്രോണിലിരിക്കുമ്പോഴും റെയ്നീറയുടെ കണ്ണിൽ നിന്ന് വീണ്ടും കണ്ണുനീര് വന്നുകൊണ്ടിരിക്കുക. സോ അതൊരു ഈസി ആയിട്ടുള്ളൊരു സീറ്റല്ല എന്ന് റെയ്നീറയ്ക്കും അറിയാം. അങ്ങനെ ഇരിക്കുമ്പോൾ വീണ്ടും പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കാര്യങ്ങൾ വഷളാക്കുന്ന രീതിയിലാണ് ഇവിടുന്ന് എങ്ങനെയെങ്കിലും ഒളിച്ചോടാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരുന്ന ആലിസനെയും അതുപോലെ തന്നെ ഹെലീനേയും ആൾക്കാർ പിടിച്ചുകൊണ്ട് വരുന്നത്. സോ ഇനിയിപ്പോൾ ഇവർക്ക് റെയ്നീറ എന്താണ് കൊടുക്കാൻ പോകുന്നത്? കാരണം ആലിസിൻ്റെ വാക്ക് കേട്ടാണ് റെയ്നീറ ഈ കിങ്സ് ലാൻഡിങ് പിടിച്ചെടുക്കാൻ വേണ്ടി വന്നത്. ആൻഡ് അങ്ങനെ വന്ന് പിടിച്ചെടുത്തിട്ട് ഇനിയും ബ്ലഡ് ഷെഡ് ഒഴിവാക്കാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴത്തേക്കിനുമാണ് ആലിസിൻ്റെ അച്ഛൻ്റെ തല വെട്ടി അവിടെ ഇട്ടിരിക്കുന്നത്. ആൻഡ് ആ വെട്ടിയ ചോര പുരണ്ട വാളും കൊണ്ട് റെയ്നീറ പോയി അവിടെ ഇരിക്കുന്നത്. സോ ഇനി എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് കാണണം. 3rd സീസൺ ഇതുവരെ കിടിലമാണ്. ഇനി 3rd എപ്പിസോഡ് മുതലാണ് എൻ്റെ അഭിപ്രായത്തിൽ 3rd സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം ഈ ഫസ്റ്റ് 2 എപ്പിസോഡ്സും ടെക്നിക്കലി ഐ വുഡ് ഹവ് പ്രിഫേർഡ് ഇറ്റ് അറ്റ് ദി എൻഡ് ഓഫ് 2nd സീസൺ. ഇത് നല്ലൊരു ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു. സോ ഈ ഫുൾ സ്റ്റോപ്പിൽ നിന്ന് ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന 3rd സീസൺ
അതിനുവേണ്ടി വെയിറ്റിംഗ് ആണ്. നല്ലൊരു ട്രജക്ടറിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഇങ്ങനെ തന്നെ പോട്ടെ. ആൻഡ് എനിക്ക് ഈ ഷോ ഇഷ്ടപ്പെടാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഇവർ ഒരുപാട് ഡ്രാഗൺസും മിത്തിക്കൽ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇമോഷൻസും കോറും വളരെ റിയലിസ്റ്റിക് ആണ്. സോ ഞാനെന്താണെങ്കിലും അടുത്ത എപ്പിസോഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. ഈ ഒരു സീസണിൽ എനിക്ക് തോന്നുന്നു 8 എപ്പിസോഡ്സ് ആണുള്ളത്. എല്ലാം കിടിലമായിരിക്കുമെന്ന് തന്നെ വിശ്വസിക്കുന്നു. പിന്നെ അടുത്തൊരു സീസണാണ് ഫിനാലെ എന്നാണ് കേട്ടത്. അറിഞ്ഞൂടാ, സീരീസിൻ്റെ കാര്യമല്ലേ. സോ നോക്കാം.